ഫിഫ ലോകകപ്പ് കിരീടം അർഹിച്ചിരുന്ന മറ്റൊരു താരം കൂടി മടങ്ങുകയാണ്. ക്രൊയേഷ്യയുടെ ലൂക്ക മോഡ്രിച്ച് എന്ന ആരാധകരുടെ സ്വന്തം ലുക്കീറ്റ. ക്രൊയേഷ്യയെ 2018 ലോകകപ്പിൽ ഫൈനലിലേക്ക് ഒറ്റയ്ക്ക് ചുമലിലേറ്റ് നടത്തിയ താരമാണ് മോഡ്രിച്ച്. ക്രൊയേഷ്യയുടെ ഈ മിഡ്ഫീൽഡ് മജീഷ്യനെ ഇനി ലോകകപ്പിൽ ആരാധകർ കാണില്ല. 40 വയസ്സ് പിന്നിട്ട മോഡ്രിച്ച് തൻ്റെ ജീവിതവും ജീവനും ഫുട്ബോളിന് നൽകിക്കഴിഞ്ഞു. ക്രൊയേഷ്യൻ ഫുട്ബോളിലെ സുവർണ തലമുറയുടെ നെടും തൂണാണ് ലൂക്ക മോഡ്രിച്ച്. ക്രൊയേഷ്യയുടെ 5 ലോകകപ്പ് സ്ക്വാഡുകളിൽ ഇടം പിടിച്ച താരം. 2010 ക്രൊയേഷ്യ ലോകകപ്പ് കളിച്ചിരുന്നെങ്കിൽ മോഡ്രിച്ചിന് 6 ടൂർണമെൻറ്റുകളാകുമായിരുന്നു. 3 ലോകകപ്പുകളിൽ മോഡ്രിച്ച് നായകനായപ്പോൾ 2 വട്ടം ക്രൊയേഷ്യയെ സെമിയിലെത്തിച്ചു. അതിലൊരു വട്ടം ഫൈനലിന് യോഗ്യത നേടി. ലൂക്ക മോഡ്രിച്ച് എന്ന ക്രൊയേഷ്യൻ ഗോട്ടിന് ഫിഫയുടെ ലോക കിരീടം ഷോക്കേസിലില്ല എന്നേയുള്ളൂ. ലോകകപ്പ് വേദിയിൽ ഏറ്റവും അധികം ആഘോഷിക്കപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് ഈ മിഡ്ഫീൽഡർ. ക്രൊയേഷ്യയ്ക്കായാകെ 202 മത്സരങ്ങളിലാണ് ലുക്കീറ്റ മൈതാനത്തിറങ്ങിയത്. അതിൽ 23 മത്സരങ്ങൾ ലോകകപ്പിലാണ്. ക്രൊയേഷ്യയ്ക്കായി ഏറ്റവും കൂടുതൽ ലോകകപ്പ് മത്സരങ്ങൾ കളിച്ച താരമെന്ന റെക്കോർഡ് മോഡ്രിച്ച് അല്ലാതെ മറ്റാര് നേടാൻ? 2018 റഷ്യൻ ലോകകപ്പാണ് മോഡ്രിച്ചിനെ ശരിക്കും ഒരു ഇതിഹാസമാക്കി മാറ്റിയത്. എംബാപ്പി എന്ന കൗമാര വേഗത്തിൻ്റെ കരുത്തിൽ ഫ്രാൻസ് കിരീടം നേടിയപ്പോൾ ക്രൊയേഷ്യ റണ്ണറപ്പുകളായി ഫിനിഷ് ചെയ്തു. റഷ്യൻ ലോകകപ്പിൻ്റെ സുവർണപന്ത് മോഡ്രിച്ച് കരസ്ഥമാക്കി. ലോകകപ്പ് ജൈത്രയാത്രയുടെ കരുത്തിൽ മോഡ്രിച്ച് അക്കുറി ബാലൻഡിയോർ പുരസ്കാരവും നേടി. 2022 ഖത്തർ ലോകകപ്പിലേക്ക് മോഡ്രിച്ചിൻ്റെ ക്രൊയേഷ്യയുടെ വരവ് ഫേവറേറ്റുകൾ ആയിരുന്നു. ഖത്തറിൽ മോഡ്രിച്ചും സംഘവും 3ാം സ്ഥാനക്കാരായി. മോഡ്രിച്ച് കളിച്ച അവസാന ലോകകപ്പായ 2026 ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ കാണാതെ മടങ്ങാനായിരുന്നു ക്രൊയേഷ്യയുടെ വിധി. ഇതോടെ ക്രൊയേഷ്യൻ സുവർണ തലമുറ അവസാനിക്കുകയാണ്. മോഡ്രിച്ച് ഇല്ലാതെ ക്രൊയേഷ്യയ്ക്ക് എന്ത് സുവർണ തലമുറ?